ഹായ് ഹലോ. പുഡിങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ് കഴിച്ചാലോ? ഇത് നല്ല ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ്. കഴിക്കുമ്പോൾ അത്രയും അടിപൊളി പുഡിങ്ങാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഒരു മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടിന്നടക്കം ഇടണം, എന്നിട്ട് ഒരു വിസിലടിച്ചെടുക്കണം. അതിന് ശേഷം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് സെറ്റ് ചെയ്താലും മതി. അത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള പാലെടുത്ത് അത് തിളച്ച് വരുമ്പോൾ നേരത്തെ വെച്ചിട്ടുള്ള കുക്കറിൽ വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള ചൈന ഗ്രാസും ഇട്ട് കൊടുക്കണേ. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ നേരത്തെ കാച്ചി വെച്ച പാലുണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് ടോഫിയിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഈ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബബിളൊക്കെ മേലെ ഉണ്ടാവും കേട്ടോ. അത് അപ്പം തന്നെ പോക്കിയിട്ടില്ല. ഇതുപോലെ ഒരു വൃത്തികേടായിട്ടുണ്ടാവും. എന്നോട് പോക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ വിപ്പിംഗ് ക്രീം ഒന്ന് മുകളിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു കാർഡോ ATM കാർഡോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ATM കാർഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കാം. ഈ പുഡിങ് എന്തായാലും കഴിക്കാത്ത ആൾക്കാർ എന്തായാലും കഴിക്കണേ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുഡിങ്ങാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് കഴിയുന്നേ. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ മുകളിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ചെറിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കൂലേ, ശരിക്കും അതുപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ പുഡിങ് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടാതെ ഇരിക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര ഒരു അലിഞ്ഞ പോലെ ഇതാ കണ്ടില്ലേ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൽ ഓവർ കട്ടിയിൽ ഇല്ലാത്തത് ഞാൻ ചൈന ഗ്രാസ് കുറച്ചിട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ട് വേണമെങ്കിൽ ചൈന ഗ്രാസ് ഇട്ടാൽ സെറ്റാകും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.